ഓരോ കുടുംബങ്ങളും ഓരോ കൂടുകളാണ്, ഓരോ ദേവാലയങ്ങളും ഓരോ കൂടുകളാണ്, നമ്മുടെ സഹോദര ബന്ധങ്ങളെല്ലാം ഓരോ കൂടുകളാണ്, നമ്മളുടെ സ്നേഹബന്ധങ്ങളെല്ലാം ഓരോ കൂടുകളാണ്. പലപ്പോഴും ദുഷ്ടനായ സാത്താൻ, പാമ്പ്, നമ്മളെയും നമ്മുടെ ഭവനത്തെയും കലഹത്തിലേക്ക് കൊണ്ടുപോകുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ കലഹിപ്പിച്ച് ചിതറിക്കുവാൻ, നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ കലഹിച്ച് ചിതറിക്കുവാൻ, നമ്മുടെ മക്കളെ നമുക്കെതിരാക്കുവാൻ, നമുക്ക് ദൈവം തന്ന മക്കളെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് നശിപ്പിച്ച് കളയുവാൻ ദുഷ്ടനവൻ്റെ തന്ത്രങ്ങളും മിനഞ്ഞുകൊണ്ട് മുകളിലേക്ക് നമ്മുടെ കൂടിലേക്ക് ലക്ഷ്യം വെച്ച് പോകുമ്പോൾ നാം എന്തു ചെയ്യണം? ഇവിടെ വേടൻ നോക്കി നിൽക്കേ, ഈ കിളി തൻ്റെ കൊക്കിൽ കൊച്ചിലകൾ കൊത്തിയതുപോലെ എന്താണ് ദുഷ്ടനായ പാമ്പായ സാത്താന് വിരോധമായിരിക്കുന്ന ഇല എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കാരണം അങ്ങനെ കണ്ടുപിടിച്ച് നമ്മുടെ മുൻപിൽ നിന്ന് നമുക്ക് മുൻപേ കടന്നുപോയി ദൈവസന്നിധിയിൽ സാക്ഷികളുടെ സമൂഹത്തോടൊപ്പം നിന്നവനായിരുന്നു ഗീവർഗീസ് സഹദ. സഹദ എന്ന നാമം തന്നെ കേൾക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സ്നേഹത്തിൻ്റെ, ഒരു ഭക്തിയുടെ, ഒരു ഭയത്തിൻ്റെ, അല്ലേ, ഒരപ്പനോട് എന്ന പോലെ ഒരു ഭയത്തോട് ചേർന്നൊരു സ്നേഹമാണ് നമുക്ക് സഹദയോട്. നമ്മൾ പറയുന്ന കാര്യം വിളിച്ചാൽ വിളിപ്പുറത്താണ് സഹദ. എന്താണ് കാരണം? ഇന്ന് സാക്ഷികളുടെ സമൂഹത്തോടൊപ്പം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്, നമുക്ക് മുൻപാകെ കടന്നു ചെന്ന് ക്രിസ്തുവിലേക്കുള്ള വഴി കാട്ടിത്തരികയാണ്, ക്രിസ്തുവിലേക്കുള്ള വഴി തെളിച്ചു തരികയാണ്. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, നാമും സാക്ഷികളുടെ സമൂഹത്തോട് ചേർന്നാണ് നിൽക്കുന്നത്, അതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഈ പെരുന്നാളിൻ്റെ സീസൺ കഴിഞ്ഞ് സഹദയോടൊപ്പം ഓടി ഈ ലൈറ്റും അഴിച്ച് പോയി കഴിഞ്ഞ് ഈ മൈക്കും പോയി കഴിയുമ്പം കൊടി അച്ഛൻ താഴ്ത്തി കഴിയുമ്പോൾ നമ്മൾ പിന്നെയും പഴയ ഓട്ടത്തിലേക്ക് പോകാതെ നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം സ്ഥിരതയോടെ ഓടുവാൻ, കേട്ട വചനം അധികം ശ്രദ്ധയോടെ കുടുംബങ്ങളിൽ പ്രാവർത്തികമാക്കുവാൻ, കേട്ട വചനം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി നമുക്കിഷ്ടമുള്ളതുപോലെയല്ല, സകല ഭാരവും പാപവും ഒക്കെ വിട്ടോടിയെങ്കിൽ മാത്രമേ നമ്മുടെ ഓട്ടത്തിൽ കനമില്ലാതെ ഇരിക്കുകയുള്ളൂ. അല്ലേ? മടിയിൽ കനമുള്ളവന് മാത്രമാണ് വഴിയിൽ പേടിക്കേണ്ടതുള്ളതെന്ന് പഴമക്കാർ നമ്മളോട് പറയാറുണ്ട്. നമുക്കും പലതിനെയും വിടാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ ആത്മീയ ഓട്ടത്തിന് വേഗത കുറയുന്നത്. അതിന് സഹദ എന്തായിരുന്നു ചെയ്തത്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. നമ്മൾ പലപ്പോഴും നോക്കുന്ന നോട്ടങ്ങൾ തെറ്റിപ്പോവും. പക്ഷെ സഹദ എന്തു ചെയ്തു? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി. നമ്മളും യേശുവിനെ നോക്കാറില്ലേ? ഏറ്റവും ഭംഗിയുള്ളൊരു പടം പരുമലയിൽ ചെന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന്, ഇപ്പം ലൈറ്റൊക്കെ ഇടുന്ന പടങ്ങൾ കിട്ടും, നല്ല ഭംഗിയുള്ള ഒരെണ്ണം നമ്മുടെ ഊണുമുറിയുടെ മുൻപിലോ സെറ്റ് ഇടുന്ന മുറിയുടെ മുൻപിൽ ലിവിങ് റൂമിലൊക്കെ ഇങ്ങനെ വെക്കും, അല്ലേ? അങ്ങനെ ഒരു ക്രിസ്തുവിനെ കാണാൻ, ഏത് ക്രിസ്തുവിനെയാണ് നമുക്കിഷ്ടം? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്ന ക്രിസ്തുവിനെയാണ് നമുക്കിഷ്ടം. 7 വിളക്കുകളുടെ നടുവിൽ ശോഭയോടെ മാറത്ത് പൊൻകച്ച അണിഞ്ഞ ആ വെള്ളോട്ടിന് സദൃശ്യമായ സുന്ദരനായ ക്രിസ്തുവിനെയാണ് ഇഷ്ടം. എന്നാൽ അവനെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, അവൻ്റെ കൈകളിൽ ആണികളുടെ പാടുകളുണ്ടായിരുന്നു, അവൻ്റെ കാലിൽ തുളയ്ക്കപ്പെട്ട പാടുണ്ടായിരുന്നു, അവൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തിയ പാടുണ്ടായിരുന്നു. ഇത് കണ്ടവനായിരുന്നു സഹദ, ഇത് അറിഞ്ഞവനായിരുന്നു സഹദ, ഇത് മനസ്സിലാക്കിയവനായിരുന്നു സഹദ. സഹദ കണ്ട ക്രിസ്തു ഏതായിരുന്നു? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. ആ യേശുവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? തൻ്റെ മുൻപിലുള്ള സന്തോഷത്തെ ഓർത്ത് ഈ ലോകത്തിൻ്റെ അപമാനത്തെ അവൻ അലക്ഷ്യമാക്കി. തൻ്റെ മുൻപിൽ ഉള്ള സന്തോഷം നിത്യമായ സന്തോഷമാണ്. നമുക്കെല്ലാം വേണ്ടത് കർത്താവ് നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കട്ടെ, കർത്താവ് നിങ്ങളുടെ വിസ ശരിയാക്കട്ടെ, അങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് വേണ്ടത്. പക്ഷെ സഹദ കണ്ട ക്രിസ്തു അതായിരുന്നില്ല. തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം അവൻ ഓർത്തു. പിതാവിൻ്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സ്വന്തം വരിച്ചവനായ ക്രിസ്തുവിനോടൊപ്പം കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്യം സഹദ തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തു. എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ. നമ്മളോട് ഓരോരുത്തരോടും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുതിയൊരു വീടിനെ അന്വേഷിച്ച് പോകാനല്ല, പുതിയൊരു സാഹചര്യത്തെ അന്വേഷിച്ച് പോകാനല്ല, അനായിരിക്കുന്ന അവസ്ഥയിൽ തൻ്റെ കുരിശുമെടുത്ത് ക്രിസ്തുവിനെ അനുഗമിച്ച് സ്വയം പരിഹാരം കണ്ടെത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ആ 2 ഇലകൾ കൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങളെ മൂടണം.
നമ്മുടെ സഹോദര ബന്ധങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് മൂടുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് സഹതന്മാരെ പോലെ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. സഹത കണ്ട രണ്ടാമത്തെ ക്രിസ്തു ഏതായിരുന്നു? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ലൗകികനല്ലാത്തത് കൊണ്ട് നിങ്ങളും ലൗകികന്മാരാകരുത് എന്ന് പറയുന്ന, ലോകമോഹങ്ങളെ അതിജീവിക്കണമെന്ന് പറയുന്ന ക്രിസ്തു അവിടെ എങ്ങനെയാണ് സഹത ചെയ്തത്? സഹത നമുക്കെല്ലാം അറിയുന്നൊരു കഥയാണ്. ആ നാട്ടിൽ വലിയൊരു വ്യാളി ഇറങ്ങി. ആ വ്യാളിയെ തളയ്ക്കാൻ അല്ലെങ്കിൽ കൊല്ലാൻ ആർക്കും സാധിക്കുന്നില്ല. എന്നാൽ യുവാവായിരിക്കുന്ന ഗീവർഗീസ് നമുക്ക് കാണാൻ സാധിക്കും, അശ്വാരൂഢനായി ഒരു വെള്ളക്കുതിരയുടെ മേൽ കുന്തവും കയ്യിലേന്തിക്കൊണ്ട് ധൈര്യത്തോടുകൂടി ക്രിസ്തുവിനെ മുന്നിൽ നിർത്തി വ്യാളിയുടെ വായിലേക്ക് കുന്തം കൊണ്ട് കുത്തിയിറക്കിയ ഗീവർഗീസ് എന്നിട്ട് എന്തു ചെയ്തു? അതിന് പ്രത്യേക ഉപകാരമായിട്ട് രാജാവ് ഒരു പ്രൊവിൻസിൻ്റെ തന്നെ അംബാസിഡറാക്കി, ഒരു പ്രൊവിൻസിൻ്റെ തന്നെ സ്ഥാനപതിയാക്കി ചെറുപ്പക്കാരനായ ഗീവർഗീസിനെ. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? രാജാവ് ക്രിസ്തുവിനെതിരായിരുന്നു. സഹത ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന കുടുംബത്തിൽ ജനിച്ചവനാണെന്ന് രാജാവ് അറിഞ്ഞില്ല. പകരം രാജാവ് ഒരു കൽപ്പന ആ പ്രൊവിൻസിലേക്ക് കൊടുത്തുവിട്ടു. ഇങ്ങനെയായിരുന്നു ആ കൽപ്പനയിൽ 3 കാര്യങ്ങളായിരുന്നു ആ കൽപ്പനയിൽ ഉണ്ടായിരുന്നത്. 1, എല്ലാ ദേവാലയങ്ങളും തച്ചുടയ്ക്കണം. 2, ദേവാലയത്തോട് അനുബന്ധമായിരിക്കുന്ന എല്ലാ റിലീജിയസ് മത പുസ്തകങ്ങളും തീയിലിട്ട് നശിപ്പിച്ച് കളയണം. 3, എല്ലാ ക്രിസ്ത്യാനികളെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ കൊടുക്കണം. അപ്പോഴാണ് സഹതായുടെ ഉള്ളിലുള്ള ക്രിസ്തു സ്നേഹം പുറത്തു വന്നത്. ഒരുപക്ഷെ ക്രിസ്തുവിനെ ഒന്ന് തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ നേരെ അവനൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ രാജ്യത്തിൻ്റെ അംബാസിഡർ പദവിയിൽ നിന്ന് അതിലും ഉപരിയായ ഒരു പദവി ലഭിക്കുമായിരുന്നു. സഹത സ്നേഹിച്ച ക്രിസ്തു 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാകുന്നു. ലോകത്തിൻ്റെ സ്ഥാനപതി എന്ന് അഴിയുന്നതിനേക്കാൾ സ്ഥാനപതിയായ ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയാകുവാൻ സഹത ആഗ്രഹിച്ചു. സഹത ആരെ കാണാൻ ആഗ്രഹിച്ചു? മശിഹായെ കാണാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിലും സഹതന്മാരെ ഓർക്കുമ്പോൾ നമ്മൾ പാടുന്നത്, മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി. മശിഹായെ കാണാൻ കാംക്ഷിച്ച സഹതന്മാർ, മശിഹായെ കാണാൻ ആഗ്രഹിച്ച സഹതന്മാർ എന്തു ചെയ്തു? വാളുകൾ കൊണ്ട് അവരുടെ തലകൾ ഛേദിക്കപ്പെടുമ്പോൾ, കുന്തം കൊണ്ട് അവരുടെ ശരീരം കുത്തപ്പെടുമ്പോൾ, ചക്രത്തിന്മേൽ അവരുടെ ശരീരം ചീന്തുമ്പോൾ, അഗ്നികുണ്ഡത്തിലേക്ക് അവർ എറിയപ്പെടുമ്പോൾ, അവർ എങ്ങനെയെല്ലാം ഹിംസിക്കപ്പെടുമ്പോഴും മശിഹായെ കാണാൻ കാംക്ഷിക്കുന്ന സഹതന്മാർ വാളുകൾ കൊണ്ട് അവർ അരിയുന്ന ഭാഗങ്ങളെ ചിറകുകളാക്കി മശിഹായെ കാണാൻ പറന്നുയർന്നവരാണ്. കാരണം അവർ ലൗകികന്മാരല്ല. ഒന്നിനു വേണ്ടിയും ദൈവത്തെ തള്ളിപ്പറയാൻ, ഒന്നിനു വേണ്ടിയും വിശ്വാസത്തെ ത്യജിക്കാൻ സഹത തയ്യാറല്ലായിരുന്നു. 3-ാമത് സഹത കണ്ടത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കണമെന്ന് പറയുന്ന ക്രിസ്തുവിനെയാണ്. എൻ്റെ പിതാവ് ഇരിക്കുന്നിടത്ത് ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കണം എന്ന് പറയുന്ന ക്രിസ്തു. ആ കർത്താവിനോടൊപ്പം ഇരിക്കാൻ ഈ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കാറുണ്ടോ? കർത്താവിനോടൊപ്പം ഇരിക്കാൻ ഈ പെരുന്നാളിൻ്റെ ദിനങ്ങളിൽ വചനത്തിൻ്റെ സന്ധികളിൽ നമുക്ക് സാധിക്കാറുണ്ടോ? എന്നാൽ സഹതന്മാർ നമ്മളോട് എന്താ പറയുന്നത്? സഹദേരോതുന്നു. ചേർന്ന് പാട്. സുപ്രിയ ശുദ്ധ സുതൻ സ്വകരാജ്യേ ഞങ്ങൾ ഏകീടും മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും എരിതീവാൾമർദിതർ ഞങ്ങൾ ആശ്വാസം മശിഹായിഷ്ടർ അരുളിയതാം പറുദീസയിലേതും. സഹതന്മാർ ഓതുന്നു. സഹതന്മാർ പറയുകയാണ്, സുപ്രിയ ശുദ്ധസുതൻ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന മുടി ശാശ്വതമാണ്. ഈ ലോകത്തിൽ ജീവിത പങ്കാളി നൽകുന്ന സ്ഥാനം, അധികാരങ്ങൾ നൽകുന്ന സ്ഥാനം, ഈ ലോകത്തിൽ മക്കൾ തരുന്ന സ്നേഹം, ഈ ലോകത്തിൽ മാതാപിതാക്കൾ തരുന്ന സ്നേഹം, ഇതൊന്നും ശാശ്വതമല്ല. അത് കല്ലറ വരെയേ ഉള്ളൂ. എന്നാൽ എൻ്റെ കർത്താവ് തരുന്ന സ്ഥാനം അത് ശാശ്വതമാണ്. അതുകൊണ്ട് എന്താണ്? എരിതിയോ വാളോ മർദ്ദനങ്ങളോ ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം എരിതി വാൾ മർദ്ദിതർ ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന
മശിഹാ തമ്പുരാന്റെ മടിത്തട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഈ കഷ്ടം സഹിച്ച ക്രിസ്തുവിൻ്റെ മടിത്തട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ല. അതാണ് നമ്മൾ കുർബാനയുടെ ഇടയ്ക്ക് പാടുന്നുണ്ട്, യജമാനൻ വരുന്ന അന്നേരത്ത് ഉണർവുള്ളവരായി കാണുന്ന നമുക്കെല്ലാവർക്കും താതനിരുത്തുന്ന മേശയിൽ പരികർമ്മിക്കുന്ന ഒരു പുത്രൻ തമ്പുരാനുണ്ട്. റോക്കുദിശ പാറക്കിലീത്ത മുടി ചൂടുന്നൊരു ദിവസമുണ്ട്. എനിക്കും നിങ്ങൾക്കുമെല്ലാം അങ്ങനെ ഒരു ദിവസമുള്ളത് കൊണ്ട് ഈ സഹദായുടെ മധ്യസ്ഥതയിൽ സഹദയെ പോലെ ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ക്രിസ്തുവിനെ കാണാൻ ഈ ദിവസങ്ങളിൽ സാധിച്ചോ? ഈ ദിവസങ്ങളിലെല്ലാം വചനങ്ങൾ കേട്ടു. ഈ വചനത്തിലൂടെ ക്രിസ്തുവിനെ കേൾക്കുവാൻ, എന്തെങ്കിലും ഒരു മാറ്റം ജീവിതത്തിൽ വരുത്തുവാൻ, എന്തെങ്കിലും ഒരു മാറ്റം വീട്ടിൽ വരുത്തുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഈ പെരുന്നാളും കഴിഞ്ഞ പെരുന്നാളുകൾ പോലെ തന്നെ വെറുതെയാണ്. കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാളിന് നമസ്കരിക്കാൻ പോയ ചില യവനന്മാർ, ആ യെരൂശലേം ദേവാലയത്തിൽ നമസ്കരിക്കാൻ ഒരുപാട് പേര് പോയി കേട്ടോ. യഹൂദന്മാരും ഫരീസ്യരും സദൂക്യരും എല്ലാവരും പോയി. അവരിൽ ചില യവനന്മാർ മാത്രമാണ്, ചില എന്നെടുത്തു പറഞ്ഞിട്ടുണ്ട്, ചിലർ മാത്രം ചെന്നിട്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യനായ ഫിലിപ്പോസിനോട് ചോദിക്കുക, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. ഫിലിപ്പോസ് ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവേ, നിന്നെ കാണാൻ കുറച്ച് പേര് വന്നിട്ടുണ്ട്, എന്നോടോ നിങ്ങളോടോ കുറച്ച് പേർ നിങ്ങളെ കാണാൻ വന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ഉവ്വ് അല്ലെങ്കിൽ ഇല്ല എന്നാ പറയാ. എന്നാൽ 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഉവെന്നോ ഇല്ലെന്നോ അല്ല, നിന്നെ കാണാൻ കുറച്ചു പേർക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയാ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നത് പോലെ ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാവും. ചോദിച്ചതെന്താണ്? പറഞ്ഞതെന്താണ്? അല്ലേ? കർത്താവിനോട് പറഞ്ഞു നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്. കർത്താവ് മറുപടി പറയാ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ ചാകുന്നില്ല എങ്കിൽ ആർക്കും എന്നെ കാണാൻ സാധ്യമല്ല എന്ന്. എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ ഒന്ന് അഴുകുവാൻ തയ്യാറാകുമ്പോൾ, വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നത്. താഴ്ന്നു കൊടുക്കാൻ കുടുംബത്തിൽ ഒന്ന് താന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമുക്ക് ആകാശത്തെ കണ്ടിട്ടില്ലേ? അതൊന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് മേഘങ്ങൾ പൊടിഞ്ഞ് മഴയായിട്ട് താഴേക്ക് പെയ്യുന്നത്. മണ്ണിനെ കണ്ടിട്ടില്ലേ? അതൊന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് മണ്ണുടച്ച് കൃഷിക്കാരൻ കൃഷിക്ക് അനുയോജ്യമാക്കുന്നത്. മണ്ണിലിടുന്ന വിത്തുകളെ കണ്ടിട്ടില്ലേ? അത് തന്നെ ഒന്ന് അഴുകുവാൻ ഏൽപ്പിക്കുമ്പോഴാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. തൈകളെ കണ്ടിട്ടില്ലേ? അത് കാറ്റും മഴയും ഏൽക്കാൻ സ്വയം തയ്യാറാകുമ്പോഴാണ് പുതിയ പൂവും കായും ഉണ്ടാകുന്നത്. കായെ കണ്ടിട്ടില്ലേ? അതൊന്ന് പൊട്ടാൻ തയ്യാറാവുമ്പോഴല്ലേ പുതിയ തൈ ഉണ്ടാകുന്നത്. എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായ ജീവിതത്തിലും ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ, ഒന്ന് മാറിക്കൊടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ചിലയിടത്ത് മൗനം പാലിക്കുന്നില്ല എങ്കിൽ, ചിലയിടത്തൊന്ന് മാറി നിന്നു കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പ്രശ്നങ്ങളായിട്ടിരിക്കും. അതിന് നമ്മൾ എന്തു ചെയ്യുമെന്നറിയോ? നമ്മൾ പലപ്പോഴും അരുതുകളെ താലോലിക്കുന്നവരാണ്. അറിഞ്ഞാലും പല അരുതുകളെയും താലോലിക്കുന്നവരാണ് നമ്മൾ. പല അതിർവരമ്പുകളും അറിയാത്തവരാണ് നമ്മൾ. ദേഷ്യത്തിൻ്റെ അതിർവരമ്പുകൾ അറിയാത്തവരാണ് നമ്മൾ. അസൂയയുടെ അതിർവരമ്പുകൾ അറിയാത്തവരാണ് നമ്മൾ. പിണക്കത്തിൻ്റെ അതിർവരമ്പുകൾ അറിയാത്തവരാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ പറയും ഇതിനെല്ലാം ന്യായമുണ്ട് എന്ന്. ചില അതിർവരമ്പുകളെ അറിയുമ്പോൾ മാത്രമാണ് അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അതാണ്. നമുക്ക് ദൈവത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടാണ്, അല്ലേ? ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി മാനസത്തിലാദി പൂണ്ടു. ഏറ്റവും തകർന്നിരിക്കുമ്പോൾ നമ്മൾ പാടുന്ന പാട്ടാ ആരും എനിക്കില്ല. അപ്പോൾ നമുക്ക് ആരെ വേണം? പുരാതനെ ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ദൈവത്തെ, ചിലപ്പോൾ ദൈവത്തെ അപ്പനെ പോലെ കാണും നമ്മൾ. ചിലപ്പോൾ നമ്മളെങ്ങനെയാണ് കാണുന്നത്? അമ്മയെ പോലെ നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, എൻ്റെ കണ്ണുനീരൊന്ന് തുടച്ചിരുന്നെങ്കിൽ, എൻ്റെ കണ്ണുനീരവൻ്റെ തുരുത്തിയിലൊന്ന് നിറച്ചിരുന്നെങ്കിൽ, എൻ്റെ പ്രശ്നങ്ങളിൽ ഒരു അമ്മയെപ്പോലെ ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ, അല്ലേ? ചിലപ്പോൾ ഒരു സഖിയായ ഒരു ദൈവത്തെ നമ്മൾ കാണും. എന്നാൽ തിരിച്ച് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ലേ? നമ്മുടെ പഠിക്കാൻ വിടുന്ന മക്കളെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടില്ലേ?
ജോലിക്ക് പോകുന്ന മക്കളെക്കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടില്ലേ? ഇതുപോലൊരു കാഴ്ചപ്പാട് സ്വർഗത്തിലെ പിതാവിനുണ്ട്. അതിന് ഉദാഹരണമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 1-2 അധ്യായങ്ങളിൽ 3 പ്രാവശ്യമാണ് തൻ്റെ മകനായ ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് ദൈവം അറിയിക്കുന്നത്. 3 പ്രാവശ്യം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. 2 അധ്യായത്തിൽ 3 പ്രാവശ്യമാണ് അപ്പനായ ദൈവം മകനായ ഇയ്യോബിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. അഭിപ്രായം പറയാ, എൻ്റെ ദാസനായ ഇയ്യോബോ അവൻ നേരുള്ളവനും നിഷ്കളങ്കനും നിർമ്മലനും ദോഷം വിട്ടകരുന്നവനും ദൈവഭക്തനുമാണെന്ന്. എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നോക്കി നമ്മളെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് അങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന കഷ്ടങ്ങളുടെ അവസരങ്ങളെ എല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ സാധിക്കണം. സഹദായിക്ക് സാധിച്ച 1-ാമത്തെ നേട്ടം കഷ്ടങ്ങളെ, അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ സഹദായിക്ക് സാധിച്ചു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പെരുന്നാളിൽ 1-ാമതായി ക്രിസ്തീയ വഴികളായി അവസരങ്ങളെ, കണ്ണുനീരിൻ്റെ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. കണ്ണുനീരിൻ്റെ പാതകളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ സാധിക്കണം. മുറിവുകളെ കൃപകളാക്കി മാറ്റാൻ സാധിക്കണം. അപ്പോൾ മാത്രമാണ് ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ തൻ്റെ അവസരങ്ങളെല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റി അബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്കിനെ കാണാം. അബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്ക് താമസിച്ചിരുന്ന ദേശത്ത് വലിയൊരു ക്ഷാമമുണ്ടായി. ഈ ക്ഷാമത്തിൽ എങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ക്ഷാമകാലത്ത് തൻ്റെ അപ്പൻ കൊണ്ടുപോയ ഗരാർ എന്ന ദേശം അവൻ ഓർമ്മ വന്നു. ആ ദേശത്തിലേക്ക് ഇസഹാക്ക് നടക്കുകയാണ്. ഇസഹാക്ക് ആ ദേശത്തിലേക്ക് നടന്ന് 3-ാം അധ്യായമായപ്പോഴത്തേക്ക് യഹോവയാം ദൈവത്തോട് അവൻ ആലോചന ചോദിക്കുക. യഹോവയാം ദൈവം അവൻ ആലോചന പറയുകയാണ്, നീ ഈ ദേശത്ത് താമസിക്കുക, കാരണം ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എന്തുകൊണ്ടെന്നാൽ നിന്റെ അപ്പനായ അബ്രഹാം എൻ്റെ ദാസനായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഈ ദേശത്ത് അവൻ പാർക്കുകയാണ്. അത് ഫെലിസ്തീരുടെ ദേശമായിരുന്നു, അമാലേക്കിൻ്റെ ദേശമായിരുന്നു. ആ ദേശത്ത് അവൻ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്തീരുടെ കൈ അവനോട് അനുകൂലമായിരുന്നു, അവൻ്റെ കൃഷി അവനോട് അനുകൂലമായിരുന്നു. ഇങ്ങ് താഴെ 12-13 വാക്യങ്ങളിൽ 26-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവൻ്റെ കൃഷിയും അവൻ്റെ ഫലഭൂയിഷ്ടിയും വർദ്ധിച്ചു വന്നു. അവൻ വർദ്ധിച്ചു വന്നു. അവൻ്റെ വർധനവ് വന്നപ്പോൾ ഫെലിസ്തീർക്ക് അവനോട് അസൂയ തോന്നി. ഫെലിസ്തീർ അവൻ്റെ കിണർ മൂടിക്കളഞ്ഞു. ആ ദേശത്ത് നിന്ന് അവനെ ഓടിച്ചു വിട്ടു. രണ്ടാമത് അവൻ അടുത്ത ദേശത്തേക്ക് പോയി. അവിടെ അവൻ വർദ്ധിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആട്ടിടയന്മാർക്ക് അവനോട് അസൂയ തോന്നി. ആട്ടിടയന്മാർ അവനെ അവിടുന്ന് ഓടിച്ചു വിട്ടു. മൂന്നാമത് അവൻ അടുത്ത ദേശത്തേക്ക് പോയി. അവിടെ കൃഷി ഇറക്കി. അവിടെയും അവൻ അഭിവൃദ്ധി വന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആട്ടിടയന്മാർ അവൻ്റെ കിണർ അവകാശം തടുത്തു വെച്ചു. അവൻ്റെ അപ്പനായ അബ്രഹാം കുഴിച്ച കിണറിൽ നിന്ന് വെള്ളമെടുക്കാതെ മൂന്നാമത് വീണ്ടും അവനെ ആട്ടി ഓടിക്കുകയാണ്. നാലാമത് അടുത്ത ദേശത്തേക്ക് പോകുകയാണ് ഇസഹാക്ക്. അടുത്ത ദേശത്തേക്ക് ഇസഹാക്ക് പോയപ്പോൾ ഇസഹാക്കിനെ ആരും എതിരായി വന്നില്ല. യഹോവ ഈ ദേശത്ത് എന്നെ മാനിച്ച്, യഹോവ ഇപ്പോൾ നമുക്കിവിടെ ഇടമുണ്ടാക്കി എന്ന് പറഞ്ഞ് ആ ദേശത്തിന് അവൻ രഹോബോത്ത് എന്ന് പേരിട്ടു. യഹോവ ഈ ദേശം എനിക്ക് അവകാശമായി തന്നു എന്ന് പറഞ്ഞ് രഹോബോത്ത് എന്ന ദേശത്തിന് പേരിട്ടു. ആ ദേശത്തിന് പേരിട്ടിട്ട് അവൻ ആദ്യം ചെയ്തത്, അവൻ്റെ കാലവിടെ ഉറയ്ക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം ചെയ്തത്, അവൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് അവൻ്റെ ദൈവത്തെ ആരാധിച്ചു. ഇങ്ങനെ ഇസഹാക്ക് സമാധാനത്തോടെ ജീവിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യരും ആട്ടിടയന്മാരും ശത്രുക്കളും എല്ലാം അവനെ അന്വേഷിച്ച് വീണ്ടും വരികയാണ്. ഇസഹാക്ക് അവരോട് ചോദിച്ചു, ഇനിയും നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? 28-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ അവൻ്റെ ശത്രുക്കൾ അവനോട് പറയുകയാണ്, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങളുടെ കണ്ണ് സ്പഷ്ടമായി കണ്ടു എന്ന്. യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങളുടെ കണ്ണ് സ്പഷ്ടമായി കണ്ടു എന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അവസരങ്ങളും ഈ ഇസഹാക്കിൻ്റെ ജീവിതത്തോട് നല്ല ബന്ധമില്ലേ? പലപ്പോഴും നമ്മൾ മരുഭൂമിയുടെ അവസ്ഥ, നമ്മുടെ ജീവിതത്തിൽ ക്ഷാമമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകളിൽ, ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അപ്പന്മാരോട് വാഗ്ദത്തം ചെയ്തൊരു ദൈവമുണ്ട്. ആ അപ്പന്മാർ കാണിച്ചു തന്ന മാതൃകയെ വരും തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുവാൻ ഇസഹാക്കിനെ പോലെ ദൈവത്തോട് ആലോചന ചോദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഇസഹാക്കിനെ പോലെ ദൈവത്തോടുള്ളൊരു ബന്ധം നമുക്കുണ്ടോ? മക്കളുടെ മുൻപിൽ ഏത് കഷ്ടതയിലും
ദൈവമുണ്ട് എന്ന് പറയുന്ന, കണ്ണുനീരോടെ മുട്ടുമടക്കി പ്രായിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയുമായി തീരാൻ എനിക്ക് കുടുംബത്തിൽ സാധിക്കുന്നുണ്ടോ? അതോ പ്രാർത്ഥിക്കുകയും അതേ വാഗുണ്ട് വായിൽ തോന്നുന്നതെല്ലാം പറയുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണോ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്? ആണോ? 2, ഇസഹാക്കിനെ വീണ്ടും വീണ്ടും നിന്ദിക്കുമ്പോഴും വിട്ടുകൊടുക്കുന്ന, മൗനം പാലിക്കുന്ന, ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ഉറച്ചു നിൽക്കുന്ന ഇസഹാക്കിനെ നമുക്ക് കാണാൻ സാധിക്കും. 3, വീണ്ടും അവൻ ചുറ്റും നോക്കി കരഞ്ഞില്ല. അവൻ മൂടിയ കിണറിനെ നോക്കി കരഞ്ഞില്ല. ഓടിച്ചു വിട്ട നാടിനെ നോക്കി കരഞ്ഞില്ല. അവൻ നോക്കിക്കരഞ്ഞത് ഉയരത്തിലെ ദൈവത്തെ മാത്രമാണ്. ഇന്ന് അവസരങ്ങൾ കഷ്ടത്തിൻ്റെ മാത്രമായിരിക്കാം നമ്മുടേത്. ചിലപ്പോൾ നിന്നയുടേത് മാത്രമായിരിക്കും എൻ്റെ ഭവനത്തിൽ, ചിലപ്പോൾ പ്രശ്നങ്ങളുടേത് മാത്രമായിരിക്കും എൻ്റെ ഭവനങ്ങളിൽ. എന്നാൽ ദൈവത്തെ മുറുകെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞ് മക്കളോട് ഈ ദേശത്ത് നമ്മളെ രഹോബോത്തിൻ്റെ അനുഭവത്തിൽ നിർത്തിയ ദൈവത്തിൻ്റെ മുൻപാകെ മുട്ടുമടക്കണമെന്ന് പറയുന്ന കുടുംബ പ്രാർത്ഥനകൾ നമ്മുടെ ഇടയിൽ എങ്ങനെയാണ്? എത്ര തന്നെ പറഞ്ഞാലും പറഞ്ഞു വരുമ്പോൾ ഈ കുടുംബ പ്രാർത്ഥനയിലേക്ക് എത്തിപ്പോകുകയാണ്. കുടുംബ പ്രാർത്ഥനകളിലേക്ക് എത്തിപ്പോകുന്നതിൻ്റെ കാരണം എന്താണ്? കുടുംബ പ്രാർത്ഥനയിൽ ഓരോ അപ്പനോടും അമ്മയോടും കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ വിളക്കിൽ എണ്ണയില്ല എങ്കിൽ നിന്റെ പിന്നാലെ വരുന്ന നിന്റെ കുഞ്ഞുങ്ങൾ ഇരുട്ടിൽ തട്ടി വീണു പോകില്ലേ? ഇല്ലേ? നമ്മൾ പാടാറുണ്ട് പ്രഭാതത്തിൻ്റെ പ്രാർത്ഥനയിൽ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. നമ്മളോട് കർത്താവ് ഇന്ന് ചോദിക്കുക, ഈ പെരുന്നാളിന് ഒരുങ്ങി വന്നിരിക്കുന്നു, ഈ ദേവാലയത്തെ നോക്ക്, നീയും ദൈവം വസിക്കുന്ന ആലയമാണ്. പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ്റെ മുൻപിൽ മറിയാം നിന്ന നേരത്ത് ആര് വന്നു? ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, രാജതനുജൻ മേവുന്ന മണിമന്ദിരമേ സമാധാനം. എന്നോടും നിങ്ങളോടും പറയുകയാണ്, കേവലം 9 മാസം ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചപ്പോൾ മറിയാം എന്നൊരു പെൺകുട്ടി പരിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ ഓരോ കുർബാനയിലും ദൈവത്തിൻ്റെ പുത്രനെ അധരത്തിൽ ഏറ്റുവാങ്ങുന്ന ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മന്ദിരങ്ങളല്ലേ? രാജതനുജൻ മേവുന്ന മന്ദിരങ്ങളല്ലേ? അപ്രകാരം ഒരു ദേവാലയം പോലെ ശോഭിക്കുവാൻ കുടുംബത്തിൽ ചില വിട്ടുകൊടുക്കൽ വേണം. കുടുംബത്തിൽ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ സാധിക്കണം. പിന്നീട് ഇസഹാക്ക് ചെയ്തത്, അവൻ യാഗപീഠം പണിതു. ഈ യാഗപീഠത്തിനടുത്തേക്ക് പെരുന്നാളിന് എല്ലാവരും കൂടി വരും. പിന്നെ കാണണമെങ്കിൽ അടുത്ത ദുഃഖ വെള്ളിയാഴ്ചയാണ്. ശരിയല്ലേ? ശരിയല്ലേ? ഇടയ്ക്കും തലയ്ക്കും ഒഴിഞ്ഞും നോമ്പിൻ്റെ സമയത്തും ഒക്കെ കറങ്ങി തിരിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഒരു വെട്ടമൊക്കെ കാണുമ്പോൾ റോഡിൽ കൂടെ പോകുന്നതുകൊണ്ട് ശബ്ദവും കേൾക്കുന്നുണ്ട്. എന്നാൽ ഒന്ന് കയറിയിട്ട് നാളെ കഴിഞ്ഞും ഭയങ്കര സന്തോഷമാണ്. കാരണം ചെണ്ടയും ബാൻഡും ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ സന്തോഷം അല്ലേ? എന്നാൽ ദേവാലയ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ച ഇസഹാക്കിനെ പോലെ മക്കളോടൊപ്പം ചേർന്ന് വന്ന് യാഗപീഠത്തിൻ്റെ മുൻപിൽ കുരുകിൽ തൻ്റെ കൂട് കണ്ടെത്തിയതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം പൊതിഞ്ഞു പിടിക്കാൻ, ദുഷ്ടനായ പാമ്പവനെ നശിപ്പിക്കാതിരിക്കാൻ ഒന്നിച്ച് ആരാധന ജീവിതം നടത്തിയ നമ്മുടെ പിതാക്കന്മാരുടെ ദേശമായിരുന്നു ഇത്. അവരുടെ കണ്ണുനീരുകൊണ്ട് അവർ പണിത ദേശമായിരുന്നു ഇത്. ഈ ദേശത്ത് അവർ പണിത ദേവാലയമായിരുന്നു ഇത്. എന്നാൽ ഇന്ന് നമ്മുടെ ആഘോഷങ്ങളെല്ലാം ഉല്ലാസഭ്രാന്ത് നിറഞ്ഞിരിക്കുകയല്ലേ? പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഇന്നലെ ഇതുപോലൊരു ഇത് കഴിഞ്ഞ് പോകുമ്പം റോഡിൽ നിറച്ചിങ്ങനെ ഗ്ലിറ്ററിങ് പേപ്പറൊക്കെയാണ്. അപ്പം അന്വേഷിച്ചപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ഒരു കൊച്ചു പള്ളിയിൽ 40 വീട്ടുകാരുള്ള പള്ളി, ഇതൊക്കെ ലൈവുള്ള പ്രശ്നം, എനിക്ക് പേടി, 8.5 ലക്ഷം രൂപയുടെ ചെലവും, 40 വീട്ടുകാരുള്ള പള്ളി, 8 ലക്ഷം രൂപയുടെ പെരുന്നാൾ. ഉല്ലാസ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ അച്ഛൻ പറഞ്ഞാൽ അച്ഛൻ കുറഞ്ഞവനായിപ്പോവും. കാരണം ഞങ്ങൾക്ക് സഹത എന്ന് പറയുന്ന ഒരു വികാരമാണ് എന്നാ പറയുന്നത്. എന്നാൽ സഹത ജീവിച്ചതുപോലെ ഒന്ന് ജീവിച്ച് കാണിക്കുക, ക്രിസ്തുവിന് വേണ്ടി ഒന്ന് ജീവിച്ച് കാണിക്കുക. സഹത ജീവിച്ചതുപോലെ ഏതൊരു മുൻപിലും ധൈര്യത്തോടൊന്ന് നിന്ന് കാണിക്കുക. ഞാൻ ആയിരിക്കുന്ന കോളേജുകളിൽ സഹതായെ പോലെ വ്യത്യസ്തനായ ഒരു ക്രിസ്ത്യ അനുഭവത്തിൽ നിൽക്കുന്ന ഒരു യുവാവാവ്. ഞാൻ ആയിരിക്കുന്ന കുടുംബത്തിൽ സഹതായെ പോലെ വ്യത്യസ്തയായ ഒരു അമ്മയാവ്. എന്നിട്ടാണ് നമ്മുടെ ആഘോഷങ്ങൾക്കും ഉല്ലാസങ്ങൾക്കുമൊക്കെ നാം കൂടുതൽ അടുത്തു വരേണ്ടത്. വിശ്വാസ ജീവിതം മാമോദീസായിൽ കൂടെ അഭിഷേകം ചെയ്ത ലഭിച്ചവരാണ് നമ്മൾ. അനോയിന്റഡ്, അഭിഷേകം ചെയ്തവരാണ്. അഭിഷേകത്തിന് യോഗ്യമായ പ്രവർത്തികൾ നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തെക്കാൾ കൂടുതൽ നമ്മൾ എന്തിനാണ് ഒരു ദിവസം എത്ര നേരം എനിക്ക് പ്രാർത്ഥിക്കാൻ, എൻ്റെ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. 2, അവകാശങ്ങളെ അലക്ഷ്യമാക്കി മാറ്റരുത്.
അവിടെ ഇസഹാക്ക് അവിടെ നിൽക്കട്ടെ. അവകാശങ്ങളെ അലക്ഷ്യമാക്കി മാറ്റരുത്. അവസരങ്ങളെ അനുഗ്രഹമാക്കുന്നതിന് പകരം ശാപമാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ അവകാശങ്ങളെ അലക്ഷ്യമാക്കുന്നത് കൊണ്ടാണ്. അപ്പനെന്ന അവകാശം, അപ്പനെന്ന ഉത്തരവാദിത്വം എനിക്കറിയാം, പക്ഷേ ഇത്രയൊക്കെ എനിക്ക് പറ്റൂ, അല്ലേ? അമ്മ എന്ന അവകാശം എനിക്കറിയാം, പക്ഷെ ഇത്രയൊക്കെ എനിക്ക് പറ്റൂ. അപ്പനോടും അമ്മയോടും ഇങ്ങനെ സംസാരിക്കരുതെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്രയേ എനിക്കിപ്പോൾ സൗകര്യമുള്ളൂ എന്ന് പറയുന്ന അവകാശങ്ങളെ അലക്ഷ്യമാക്കി തീർക്കരുത്. ഉദാഹരണമായിട്ട് സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനത്തെ കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ നടന്ന് സീൻ മരുഭൂമിയിലെത്തി. സീൻ മരുഭൂമിയിലെത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചു. കുടിക്കാൻ വെള്ളമില്ല എന്ന് കണ്ടു കഴിഞ്ഞ ഉടനെ ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ അങ്ങ് പിറുപിറുക്കാൻ തുടങ്ങി. ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ വല്ലാതെ പിറുപിറുക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഒലിവും മാതുളപ്പഴങ്ങളും മുന്തിരിപ്പഴങ്ങളും ഒക്കെയുള്ള ദേശത്തുകൊണ്ട് നീ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഈ സീൻ മരുഭൂമിയിൽ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. വിരോധമായിട്ട് അവർ കൂടി. മോശയോട് അവർ കലഹിച്ചു. മോശയാകട്ടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. മോശ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ യഹോവയാം ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ പാറയുടെ നേരെ നീട്ടുക എന്നാ പറഞ്ഞത്. പാറയിൽ അടിക്കാൻ പറഞ്ഞില്ല, അല്ലേ? മോശയാകട്ടെ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപാകെ വാശിക്ക് ഈ വടിയെടുത്ത് പാറയിൽ 2 അടി കൊടുത്തു. വെള്ളം, വലിയ നീർച്ചാല് പോലെ വെള്ളം ഇങ്ങനെ പതഞ്ഞൊഴുകി. പക്ഷേ മോശ കനാൻ ദേശം കണ്ടില്ല. കാരണം യഹോവ പറഞ്ഞത് എന്തായിരുന്നു? വടി നീ പാറയെ നേരെ നീട്ടാനാണ്. ഇസ്രായേലിൻ്റെ ദൈവവും മോശയും തമ്മിൽ ഇടയ്ക്ക് നിന്നൊരു വടി ഉണ്ടായിരുന്നു, അല്ലേ? കടലിനെ പകുത്ത വടി, ഇസ്രായേൽ ജനത്തെ മുക്കിക്കളഞ്ഞ വടി, മാറായുടെ കയ്പിനെ മധുരമാക്കിയ വടി. ഈ വടി പാറമേൽ നീട്ടാനാണ് പറഞ്ഞത്. എൻ്റെയും നിങ്ങളുടെയും കുടുംബജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും ദൈവസന്നിധിയിൽ നീട്ടിപ്പിടിക്കാനാണ് കർത്താവ് പറഞ്ഞത്. പ്രശ്നങ്ങളെ നീട്ടിപ്പിടിക്കാനാണ് കർത്താവ് പറഞ്ഞത്. അത് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ പറഞ്ഞില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വെള്ളത്തിന് കുറവുണ്ടായില്ല, കലഹത്തിനും കുറവുണ്ടായില്ല. മോശ കനാൻ ദേശം കണ്ടതുമില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവസന്നിധിയിലെ കരച്ചിലും ഇതുപോലെയാണ്. നമ്മുടെ കരച്ചിൽ പലപ്പോഴും ആ മുടിയനായ പുത്രൻ, അല്ലേ, ആ ഇളയ പുത്രൻ്റെ കരച്ചിൽ പോലെയാണ്. പുത്രൻ്റെ ഒന്നാമത്തെ കരച്ചിൽ എന്താണെന്നറിയോ? കർത്താവേ, അപ്പാ എനിക്കിങ്ങിത്താ, അപ്പാ എനിക്കിങ്ങിത്താ, എൻ്റേതിങ്ങിത്താ. നമ്മൾ ഓരോ ദിവസം ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനോടൊക്കാളും ദൈവത്തോടൊരു അല്പസമയം കൂടി ഇരിക്കുന്നതിനേക്കാളും, അച്ഛനാ കഥ പറഞ്ഞല്ലോ, ജോബച്ചൻ പറഞ്ഞ കഥയ്ക്കകത്ത് ഒരാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കിളി കയ്യിൽ കൂട് വെച്ചു എന്ന് പറഞ്ഞു. ഞാനന്നേരം മനസ്സിൽ കൂടെ പോയത് ഒരു സൂഫി കഥയുണ്ട്. ഈ കിളി കയ്യിലിരിക്കുന്നത് പോയിട്ട് കിളി ആ പഞ്ചായത്തിൽ കൂടെ പോയാൽ നമ്മൾ ആ കിളിയെ ഏതാണ്ട് ഇങ്ങനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച്, ഇതിൻ്റെ പേരെന്താ? പ്രാർത്ഥന. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് എന്തുമാത്രം സംസാരിക്കും, അല്ലേ? അതിനിടയ്ക്ക് വർത്താനം പറയും, അതിനിടയ്ക്ക് പിച്ചും, അതിനിടയ്ക്ക് അടിക്കും, കുറച്ച് പേര് അതിനിടയ്ക്ക് ഇരുന്ന് സ്വർഗസ്ഥനായ പിതാവെ കഴിയുമ്പോഴത്തേക്ക് ചാരും, പിന്നെ മയങ്ങും, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച് അങ്ങനെ ഇരിക്കും. ഇതെല്ലാമാണ് നമ്മുടെ പ്രാർത്ഥന, അല്ലേ? അതെന്തുപോലെയാണെന്നറിയോ? ഈ മുടിയനായ പുത്രൻ്റെ കരച്ചിൽ പോലെ. അപ്പാ ഇങ്ങിത്താ, വല്ലതും ചോദിക്കുന്ന സമയത്ത് ചാടി എഴുന്നേറ്റ് കർത്താവെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ ഹബക്കൂക്ക് പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെയാ. അത്തിമരങ്ങൾ പൂത്തില്ല എങ്കിലും, മുന്തിരിവള്ളികൾ വാടിപ്പോയാലും, ആലയിലുള്ള ആടുകളെല്ലാം ചത്തുപോയാലും, ഒലിവിൻ്റെ കായ്കനികൾ ഉതിർന്നു പോയാലും, യഹോവയാണ് മക്കളെ നമ്മുടെ ആനന്ദം, യഹോവയാണ് നമ്മുടെ ബലമെന്ന് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാനാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പീനെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ വേണ്ടി തന്നെ രക്തസാക്ഷിയായവനാണ് സഹത. ഇന്ന് രക്തസാക്ഷികളെക്കാൾ കൂടുതൽ ഒരു സാക്ഷ്യ ജീവിതമുള്ളവരെയാണ് ദൈവത്തിൻ്റെ സഭ ആഗ്രഹിക്കുന്നത്. മുടിയനായ പുത്രൻ്റെ ഒന്നാമത്തെ കരച്ചിൽ എനിക്ക് താ അപ്പ എന്ന കരച്ചിൽ, ഇല്ലേ? തന്നതിനെ ഉപയോഗിക്കാൻ അറിയാത്ത 2ാമത്തെ കരച്ചിൽ. ഇത്രയും നാളും വീട് താ അപ്പായായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ മക്കളെ താ അപ്പാന്നായിരുന്നു. ഇപ്പം മക്കളുടെ കോഴ്സ് മക്കളെ ഇനി ഓസ്ട്രേലിയ. കർത്താവിന് എന്തൊക്കെ ജോലിയാ, വിസ, പാസ്പോർട്ട്, എല്ലാ ഓഫീസും എവിടെയാണ് ഇരിക്കുന്നത്? താന്നാ പറയുന്നത്. ഇങ്ങത്താ നമുക്ക് ഉപയോഗിക്കാൻ അറിയുന്നവനെ തീർച്ചയായും നമ്മുടെ സ്വർഗത്തിലെ പിതാവ് തരത്തില്ലേ? മക്കൾ അപ്പൻ ചോദിച്ചാൽ പാമ്പിനെ തരുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്.
പക്ഷെ നമുക്കത് പോരാ. ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റാൻ, ദൈവത്തെ ഉരുട്ടിയിട്ട് വാങ്ങുന്ന അനുഗ്രഹങ്ങൾ, എന്നാൽ അവകാശങ്ങൾ കിട്ടിക്കഴിഞ്ഞാലോ അതിനെ വേണ്ടവണ്ണം ഉപയോഗിക്കാതെ രണ്ടാമത്തെ കരച്ചിലാ, കർത്താവേ നീ തന്നത് എന്താ ഇങ്ങനെ, അല്ലേ? ഞാനൊരു ചെറുക്കനെ ആഗ്രഹിച്ചു, നീ തന്ന ചെറുക്കൻ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്ന കർത്താവ് അപ്പം നമ്മളോട് പറയും, ഞാനല്ല പറഞ്ഞത്, നീ ആയിരുന്നു എന്നോട് ചോദിച്ചത് ആ അനുഗ്രഹം. നമ്മുടെ അവകാശങ്ങളെ അലക്ഷ്യമാക്കാതെ മൂന്നാമത്തെ കരച്ചിലുണ്ട്. ആ കരച്ചിലേക്കാണ് ഇനിയുള്ള കാലം നമ്മൾ വരേണ്ടത്. എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, സമയം തക്കത്തിൽ, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. മുട്ടുമടക്കി ദൈവസന്നിധിയിൽ, കർത്താവേ എൻ്റെ അവകാശങ്ങളെ ഞാൻ അലക്ഷ്യമാക്കിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ അവകാശമാണ് എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് വിശ്വസ്തനാകാൻ സാധിക്കുന്നില്ല എങ്കിൽ, കുടുംബജീവിതത്തിൽ എൻ്റെ ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, കുടുംബജീവിതത്തിൽ സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്വം എനിക്കില്ല എങ്കിൽ, കുടുംബജീവിതത്തിൽ സമ്പത്ത് ക്രമീകരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട്, ജീവിക്കുമ്പോൾ ദൈവത്തെ പോൽ കൽപ്പിക്കുന്നു, ജീവാന്ത്യത്തിൽ മൃഗമെന്നോണം മാഞ്ഞിടുന്നു. മുന്നം നാളിൽ കർത്താക്കന്മാർ രാജാക്കന്മാർ, ഇന്നൽപ്പന്മാർ സ്ഥാനഭ്രഷ്ടർ മൃത്യുഗ്രസ്തർ. ജീവിക്കുമ്പോൾ ദൈവത്തെ പോലെയാണ് കൽപ്പിക്കുന്നത്, അല്ലേ? ജീവാന്ത്യത്തിലൊരു മൃഗത്തെ പോലെ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. മുന്നം നാളിൽ നമുക്ക് മുൻപേ കർത്താക്കന്മാരും രാജാക്കന്മാരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് മുൻപിൽ അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നവരെല്ലാം അല്പന്മാരാണ്, സ്ഥാനഭ്രഷ്ടരാണ്, മൃത്യുഗ്രസ്തരാണ്. അവർ മരിച്ചുപോയി, അവരുടെ സ്ഥാനവും പോയി, മാനവും പോയി, ഒരു മാലയിട്ട് ഭിത്തിയിലിരിക്കുകയാണ്. ഇതുപോലെ ഒരു ദിവസം നമുക്കുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശമായ കുടുംബജീവിതം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശമായ പ്രാർത്ഥനാ ജീവിതം, ദൈവം നമുക്ക് അവകാശമായി നൽകിയിരിക്കുന്ന ഒരു സാമൂഹ്യ ബന്ധങ്ങളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം? നമ്മളെല്ലാം ഭക്തന്മാരാണ്. പക്ഷെ എവിടെയാണ് തെറ്റുന്നത്? ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനാണെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ്. എനിക്ക് എൻ്റെ നാവിന് കുടുംബത്തിൽ കടിഞ്ഞാണിടാൻ സാധിക്കുന്നില്ലാതെ എൻ്റെ അവകാശത്തെ ഞാൻ അലക്ഷ്യമാക്കുന്നുണ്ടോ? നമുക്ക് കാണാൻ സാധിക്കും, യോന പലപ്പോഴും സംഭവിച്ചത് എന്താണ്? യോന തണലായിട്ടിരുന്ന ആവണക്ക് കരിഞ്ഞു പോയപ്പോൾ സൃഷ്ടാവിനെ നോക്കി യോന സങ്കടപ്പെട്ടു. സൃഷ്ടാവിനെ നോക്കി യോന ആക്രോശിച്ചു, എനിക്ക് ജീവിക്കണ്ട. നമ്മളും പലപ്പോഴും പറയാറില്ലേ, ഇന്നത്തോടുകൂടി ഈ ജീവിതം കർത്താവെ എനിക്ക് മതിയായി. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വീണ്ടും പഴയ പോലെ ആവുമെങ്കിലും തലേദിവസം നമ്മൾ പറയും, കർത്താവെ എനിക്ക് ഈ ജീവിതം മതിയായി. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പറയും, എനിക്ക് ഈ ജീവിതം മതിയായി. എപ്പോഴാണ് യോന അത് പറഞ്ഞത്? ആവണക്ക് കരിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ്. എന്തേ ആവണക്ക് കരിയുന്നത് യോന കണ്ടില്ല? എന്തേ ആവണക്കിൻ്റെ ഇല വാടിയത് യോന കണ്ടില്ല? എന്തേ ആവണക്കിൻ്റെ തണ്ട് ശോഷിക്കുന്നത് യോന കണ്ടില്ല? ആവണക്കിന് വാട്ടം തട്ടുന്നത് കണ്ടിരുന്നുവെങ്കിൽ ആ പുഴുവിനെ എടുത്തു കളയാമായിരുന്നു, അല്ലേ? ആവണക്കിനെ കുത്തിയ പുഴുവിനെ എടുത്തു കളയുവാൻ യോന ആവണക്കിനെ കുറിച്ച് ശ്രദ്ധിച്ചില്ല. ഇതുപോലെയാണ് നമ്മുടെ ആത്മീയ ജീവിതവും. പലപ്പോഴും നമ്മളിങ്ങനെ വെറുതെ ജീവിച്ചു പോകും. ഒരിക്കൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം പോയി കഴിയുമ്പം, അയ്യോ അച്ഛാ, ഞാനിതൊക്കെ എനിക്കറിയാമായിരുന്നു, പക്ഷെ എനിക്ക് ജീവിക്കാൻ ഒത്തില്ല അച്ഛാ, ഞാൻ മറന്നുപോയി. ജീവിക്കാൻ ഒക്കാത്തതിൻ്റെ അവകാശത്തെ അലക്ഷ്യമാക്കുന്നതിന് പ്രധാന കാരണം എന്താണെന്നറിയോ? നമ്മുടെ ചില ബലഹീനതകളാണ്. 3 ബലഹീനതകളെ കൃപകളാക്കി മാറ്റണം. 1 അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റണം. 2 അവകാശത്തെ അലക്ഷ്യമാക്കരുത്. 3 ബലഹീനതകളെ കൃപകളാക്കി മാറ്റണം. നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത ആരാ? നമ്മൾ തന്നെയാണ്, അല്ലേ? നമ്മളോട് ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആരെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അച്ചായനെ, എൻ്റെ പിള്ളേരെയോ. തിരിച്ചു പറയണം, അയ്യോ അത് അവളെയും പിള്ളേരെയോ, വെറുതെയാ. ഈ പറയുന്ന ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളൊരു വാക്കിന് വിട്ടുകൊടുക്കുമോ? നമ്മൾ ആദ്യം ന്യായീകരിക്കും, പിന്നെ പറഞ്ഞു നോക്കും, പിന്നെ അതിനെ വീണ്ടും ഞാൻ അങ്ങനെയല്ല. എന്നാൽ വേറൊരാളിനെ പറയുന്നെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് എന്ന് പറയും, പോട്ട്, സാരമില്ല, ജീവിതം ഇങ്ങനൊക്കെ.
ജീവിതം ഇങ്ങനെയൊക്കെയാ. നെവർ ഗീവ് അപ്പ്. നിനക്ക് പറ്റും അല്ലേ? നമ്മളെ ഒന്ന് പറയണം. നമ്മൾ വിട്ടുകൊടുക്കുമോ? ന്യായീകരിച്ച് ഒരു ചെറിയൊരു വിഷയം വലിയൊരു വിഷയമാക്കും വീട്ടിൽ. എന്നിട്ട് വീട്ടിൽ സമാധാനമില്ല എന്ന് പറയും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? ഞാൻ, എന്നെ തന്നെയാണ്. അല്ലെങ്കിൽ ഒന്ന് ഉദാഹരണമായിട്ട് നോക്ക്. ഒരു ദിവസം എത്ര പ്രാവശ്യം ഞാൻ എന്ന വാക്ക് പറയും? ഞാൻ പറഞ്ഞതുപോലെ നീ കേട്ടായിരുന്നെങ്കിൽ, ഞാൻ അന്നേരേ നിങ്ങളോട് പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ലെന്ന് അല്ലേ? അച്ഛാ, ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നു. പെരുന്നാളേ ഇല്ലായിരുന്നു അല്ലേ? അപ്പം ഞാൻ അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഏറ്റവും വലിയ ബലഹീനതയാണ് ഞാൻ നന്നാവണമെങ്കിൽ ഞാനൊന്ന് വിട്ടുകൊടുക്കണം. 2, ഞാൻ ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം എനിക്കുണ്ടാകണം. ദൈവമേ, എൻ്റെ വായ്ക്ക് കാവൽക്കാരനെയും എൻ്റെ അധരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ എന്ന് എപ്പോഴും ഹൃദയം പറഞ്ഞുകൊണ്ടേയിരിക്കണം. 2, വല്ലാതെ ദേഷ്യം വരുമ്പോഴും വല്ലാതെ സങ്കടം വരുമ്പോഴും ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവെ പറ്റുന്നത്ര അങ്ങ് ചൊല്ലണം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ ദേഷ്യം അല്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമായി തീരും. ഞാൻ എന്ന ഭാവം 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഉസിയ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം നാശത്തിനായി നിഗളിച്ചു എന്ന്. പലപ്പോഴും നമ്മൾ ബലവാനായി എന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഒരു കുഴിയിലേക്ക് ചെന്ന് വീണു പോകും. എന്നാൽ പലപ്പോഴും ദുഷ്ടനായ സാത്താൻ ആടുകളായ നമ്മെ കൊത്തുമ്പോൾ ഇടയൻ മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആടുകളിങ്ങനെ കൂട്ടമായിട്ട് നടന്നു പോകുകയാണ്. ഒരാടിനെ ഒരു പാമ്പ് കൊത്തി. ഇടയൻ അനങ്ങിയില്ല. എന്തുകൊണ്ടായിരിക്കും ഇടയൻ അനങ്ങാത്തത് എന്ന് നമ്മൾ ചിന്തിക്കും. 2 ദിവസം കൊണ്ട് ആടിൻ്റെ മുഖം പാമ്പ് കൊത്തിയത് കൊണ്ട് ഒരു ഭാഗം ഇങ്ങനെ വീങ്ങി വന്നു. എന്നിട്ടും ഇടയൻ അനങ്ങിയില്ല. ഇടയൻ ആ ആടിനെയും കൂടെ ചേർത്ത് വെച്ച് നടക്കുകയാണ്. 3-ാം ദിവസം പാമ്പ് ചത്ത് കിടക്കുന്നത് കണ്ടു. ആടിൻ്റെ നീര് കുറയുന്നതും കണ്ടു. നമ്മൾ പറയുന്നത് പോലെ എവിടെയെങ്കിലും ചെന്ന് അത്ഭുതം ഉണ്ടായതല്ല കേട്ടോ. മറിച്ച് പാമ്പിൻ്റെ ശരീരത്തിന് ആൻറ്റിവെനത്തെ ഉൽപ്പാദിപ്പിക്കുവാനുള്ളൊരു കഴിവുണ്ട്. എല്ലാ ആടുകളുടെയും ശരീരത്തിന്, ഷീപ്പിൻ്റെ ശരീരത്തിന് ആൻറ്റിവെനം എന്ന് പറയുന്ന പാമ്പ് കടിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇഞ്ചക്ഷൻ നൽകുന്ന ആൻറ്റിവെനം ഈ ആടിൻ്റെ ശരീരത്തിൽ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇത് 2 ദിവസം ഒന്ന് വീങ്ങിയെങ്കിലും 3-ാം ദിവസം അതിൻ്റെ വിഷം, അതിൻ്റെ ശരീരത്തിലെ ആൻറ്റിവെനം അതിനെ ഡൈലൂട്ട് ചെയ്ത് ശരീരം നോർമലാകും. എന്നാൽ ഈ ആടിൻ്റെ ദേഹത്തു നിന്ന് പാമ്പിലേക്ക് കയറിയ ആൻറ്റിവെനം കൊണ്ട് പാമ്പിന് മുന്നോട്ട് നീങ്ങാതെ ചത്തുപോകാൻ മാത്രമാണ് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലെ ഒരു ഇടയൻ വളർത്തുന്ന ആടുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ശരീരത്തിൽ എൻ്റെ കർത്താവിൻ്റെ രക്തം എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതയെ കഴുകിക്കളയാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എനിക്ക് ദേഷ്യമുണ്ട്, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയാതെ, ഒരുവൻ തന്നെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഞാൻ ഭക്തനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ്. നമ്മൾ പറയും, ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നേ ഉള്ളൂ, എൻ്റെ മനസ്സിലെങ്ങും ഒന്നുമില്ല, വെറുതെയാ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ്. അതുകൊണ്ട് ഹൃദയങ്ങൾ കഴുകപ്പെടണം. കർത്താവേ, എൻ്റെ ഹൃദയമാണ് എൻ്റെ ബലഹീനത, എന്നെ ഒന്ന് കഴുകണമേ. 2, അടുത്ത ബലഹീനത, നമ്മുടെ ജീവിത പങ്കാളികളുടെ ബലഹീനതകളുമായി പൊരുത്തപ്പെടാൻ നമുക്ക് സാധിക്കാത്തതാണ്. അടുത്ത നമ്മുടെ പ്രശ്നം, നമ്മുടെ ജീവിത പങ്കാളികളുടെ ബലഹീനതകളുമായി ഒരു 30 വർഷം കഴിഞ്ഞെങ്കിലും പൊരുത്തപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല. പരസ്പരം ചെളിവാരി എറിയുന്ന ഒരു പ്രവണത നമ്മുടെ ഭവനങ്ങളിലുണ്ട്. ഒന്നിച്ച് പ്രാർത്ഥിക്കും, ഒന്നിച്ച് കഴിക്കും, പക്ഷെ വർഷങ്ങളായിട്ട് ഒന്നിച്ച് മിണ്ടിയിട്ടില്ലാത്തവരുണ്ട്. പരസ്പരം ഒരു വണ്ടിയിൽ യാത്ര ചെയ്തിട്ടൊന്ന് ചിരിക്കാത്തവരുണ്ട്. ജീവിത പങ്കാളി വാ തുറന്നാൽ അത് മുഴുവൻ കുറ്റമായിട്ട് വിമർശിക്കുന്നവരുണ്ട്. ജീവിത പങ്കാളിയെ ആ വ്യക്തി ആയിരിക്കുന്നത് പോലെ സ്നേഹിക്കുവാൻ, കരുതുവാൻ എനിക്ക് സാധിക്കുന്നത് കൊണ്ടാണ് ആ ബലഹീനതയുള്ള വ്യക്തിയെ എന്നോട് ദൈവം ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് 1 ശമൂവേൽ പുസ്തകം 25-ാം അധ്യായത്തിൽ അബിഗേൽ പറഞ്ഞു തരുന്നുണ്ട്. 1 ശമൂവേൽ പുസ്തകം 25-ാം അധ്യായത്തിൽ അബിഗേലിൻ്റെയും നാബാലിൻ്റെയും കുടുംബത്തെ കാണാൻ സാധിക്കും. നാബാലിനെ കുറിച്ച് പറയുന്നത് ആ കുടുംബത്തിലെ കുടുംബനാഥനാണ്, കാലേബ് വംശജനാണ്, വലിയ കുടുംബക്കാരനാണ്. അദ്ദേഹം ധനവാനാണ്, പക്ഷെ നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അബിഗേലോ
സുന്ദരിയും വിവേകമതിയുമാണെന്നാണ് വേദപുസ്തകം സാക്ഷിക്കുന്നത്. അവരുടെ വീട്ടിൽ ആടിൻ്റെ രോമം കത്തിരിക്കുന്ന വലിയൊരു വിരുന്ന് നടക്കുകയാണ്. ആ വിരുന്നിലേക്ക് എല്ലാവരും വന്നു ചേരുകയാണ്. ഈ വിരുന്നിൻ്റെ വാർത്തയറിഞ്ഞ് ദാവീദിൻ്റെ ആളുകൾ അങ്ങോട്ട് വരുമ്പോൾ നാബാൽ അവരെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് അപമാനിച്ച് വിടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ദാവീദ് ആരാണ്? ഈശായിയുടെ പുത്രൻ ആരാണ്? വാവിട്ട സംസാരം കൊണ്ട് അവരെ എഴുന്നേൽപ്പിച്ച് വിടുകയാണ്. ഇത് മനസ്സിലാക്കിയ നാബാലിൻ്റെ ജോലിക്കാർ, നാബാലിൻ്റെ ഭാര്യയും വിവേകമുള്ളവളുമായ അബിഗേലിനടുത്ത് വന്നിട്ട് പറയുകയാണ്, ഇത് നല്ലതിനല്ല. നമ്മുടെ ആളുകൾ അവരുടെ വെളിമ്പ്രദേശത്തായിരുന്നപ്പോൾ നമുക്ക് കോട്ട കെട്ടി മതിൽ പോലെ നിന്നവരാണവർ. അവരോട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന്. ആ ശരിയെ മനസ്സിലാക്കി അബിഗേൽ താനും എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പ് കെട്ടി മുന്തിരിയടയും പാനീയങ്ങളുമായിട്ട് ദാവീദിനെ കാണാൻ ചെല്ലുകയാണ്. ദാവീദിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ദാവീദ് പടയൊരുക്കവുമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. അബിഗേൽ ദാവീദിനോട് മാപ്പ് പറഞ്ഞുവെങ്കിലും ദാവീദ് അത് കേൾക്കാൻ മനസ്സ് കാണിച്ചില്ല. അബിഗേൽ ദാവീദിൻ്റെ കാലിലേക്ക് വീണിട്ട്, എൻ്റെ ഭർത്താവിൻ്റെ പേര് തന്നെ ഭോഷത്വം എന്നത്രേ എന്ന് 25-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം പറയുക. എൻ്റെ ഭർത്താവിൻ്റെ ബലഹീനത, എൻ്റെ ഭർത്താവിൻ്റെ പേര് തന്നെ ഭോഷൻ എന്നാണ്. എന്നിട്ട് കാഴ്ചകളെല്ലാം ദാവീദിൻ്റെ മുൻപിൽ വെച്ചിട്ട് എൻ്റെ കുലത്തെ നശിപ്പിക്കരുതേ എന്ന് കണ്ണുനീരോടുകൂടി പറയുകയാണ്. രാജാവായ ദാവീദിന് അതിൽ വലിയ പ്രീതി തോന്നി. ദാവീദിന് അവളോട് കരുണ തോന്നി. എല്ലാം കൊണ്ടുവന്നതെല്ലാം സ്വീകരിച്ചിട്ട് പറയുകയാണ്, അല്ലയോ യുവതി, നിന്റെ വിവേകം സ്തുത്യം. 33-ാം വാക്യം പറയുകയാണ്, നിന്റെ വിവേകം സ്തുത്യം. അബിഗേൽ തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, നാബാൽ കുടിച്ചുന്മത്തനായി കിടക്കുക. അബിഗേൽ അന്നേരം ഒന്നും പ്രതികരിച്ചില്ല. കുറച്ചു നാൾ കഴിഞ്ഞ് യഹോവ നാബാലിനെ സന്ദർശിച്ചു. നാബാൽ മരണപ്പെട്ടു. ദാവീദിൻ്റെ ആളുകൾ അബിഗേലിനോട് ദാവീദിൻ്റെ ഭാര്യയാകാൻ താല്പര്യമുണ്ടോ എന്ന് ദാവീദ് ചോദിക്കുന്നുവെന്ന് അറിയിച്ചു. പിന്നീട് അബിഗേൽ ദാവീദിൻ്റെ രാജ്ഞിയായി മാറി. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതവുമായിട്ട് ഈ കുടുംബത്തിന് എന്താണ് ബന്ധമുള്ളത്? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെ ചില നാബാലിനുള്ളതുപോലെ ചില ബലഹീനതകൾ നമ്മുടെ ജീവിത പങ്കാളിക്കുണ്ട്. വേണമെങ്കിൽ ആ പരിചാരകർ വന്ന് പറയുമ്പോൾ തന്നെ അബിഗേലിന് വലിയ ബഹളം ഉണ്ടാക്കാമായിരുന്നു. നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾക്കാണ് വലിയ ബഹളം ഉണ്ടാവുന്നത്, അല്ലേ? വലിയ ബഹളങ്ങൾ. 2 ദിവസം മിണ്ടാതിരുന്ന് കഴിയുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കും, എന്തിനായിരുന്നു? നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. പക്ഷെ വലിയൊരു സമാധാന അന്തരീക്ഷം പോയിട്ട് പിശാച് നമ്മുടെ ഭവനത്തിൽ ജയമെടുക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാറില്ലേ? അബിഗേൽ മിണ്ടാതെ വേണ്ട കാഴ്ചകളെല്ലാം കയ്യിൽ കരുതി കാണേണ്ടവനെ കണ്ടു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാണേണ്ടവൻ സ്വർഗത്തിലെ രാജാവാണ്. അവൻ്റെ മുൻപാകെ മുട്ടുമടക്കണം. അവൻ്റെ മുൻപാകെ സങ്കടങ്ങളെ അറിയിക്കണം. ജീവിത പങ്കാളി ആയിക്കൊള്ളട്ടെ, സഹോദരനായിക്കൊള്ളട്ടെ, അവരുടെ കുറവുകളെ ദൈവസന്നിധിയിൽ മാത്രം വെക്കുക. അയൽക്കാരനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും പരിഹാരമുണ്ടോ? അയാൾ 10 പേരോട് പറയുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും. എൻ്റെ കുറ്റം വീട്ടിൽ വിളിച്ച് പറഞ്ഞതുകൊണ്ട് വീട്ടുകാരും കൂടെ വിഷമിക്കുമെന്നല്ലാതെ എന്തെങ്കിലും കുറവുകളുണ്ടോ? അല്ലെ എന്തെങ്കിലും ഗുണമുണ്ടോ? യാതൊരു ഗുണവുമില്ല. മറ്റുള്ളവൻ്റെ കുറ്റം പറഞ്ഞു നടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടോ? മക്കളുടെ കുറ്റം കണ്ടുപിടിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? മാതാപിതാക്കളുടെ കുറവുകൾ ഇങ്ങനെ വിളിച്ച് അയൽപക്കക്കാരോട് പറയുന്നത് കൊണ്ട് അവർക്കൊരു മനസ്സുഖമെന്നല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടോ? പ്രിയമുള്ള മക്കളെ, മാതാപിതാക്കളുടെ കുറ്റങ്ങൾ ഏറെ കാണും. അവരുടെ അധ്വാനവും അവരുടെ കഷ്ടപ്പാടുമൊക്കെ എണ്ണിപ്പറഞ്ഞ് അവർ പലപ്പോഴും പരാതിപ്പെടും. അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുമ്പോൾ ഈ മണ്ണിനോട് മല്ലിട്ടാണ് ഇന്ന് കാണുന്നതെല്ലാം അവരുണ്ടാക്കിയിരിക്കുന്നതെന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം. നമ്മുടെ കുഞ്ഞുങ്ങളിത് കണ്ടു വളരുന്നു എന്നൊരു ചിന്ത. അവകാശങ്ങളെ അലക്ഷ്യമാക്കി കളയരുത്, അനുഗ്രഹമാക്കി മാറ്റാൻ നമുക്കത് സാധിക്കണം. അത് കേൾക്കുമ്പോൾ മാതാപിതാക്കൾക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും. മാതാപിതാക്കളെ, ശരിയാണ്, ദൈവം നിങ്ങൾക്ക് കൈ അയച്ചു തന്നു, ഇത് കുറച്ചൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടാവണം. ഒന്നിച്ചിരി വിട്ടുകൊടുക്കാൻ, മക്കൾക്ക് മരുമക്കൾക്കൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാൻ അല്പം ഒന്ന് മനസ്സ് കാണിക്കണം. ഇതിങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ടിരുന്നാലും നമ്മളെക്കാൾ കേമന്മാർ ഈ ലോകത്തിൽ നിന്ന് പോയതുപോലെ പോകേണ്ടതല്ലേ? മക്കൾക്ക് വിട്ടുകൊടുക്കണം. ദൂരെ ഇരുന്ന് വിവരമന്വേഷിക്കുന്ന മക്കളോട് കൂടെ ഇരുന്ന് വെള്ളം തരുന്ന മക്കളുടെ കുറ്റം പറയുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നുണ്ടോ? കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് ബലഹീനതകളോടുകൂടി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ നമ്മളുടെ ആയിരിക്കുന്ന സഭയോടുള്ളൊരു സ്നേഹം, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയോടുള്ളൊരു സ്നേഹം. നമുക്ക് ആശയപരമായി പല ആശയങ്ങളും കാണും, നമുക്ക് പല അഭിപ്രായങ്ങൾ കാണും, നമുക്ക് പല കണ്ടുപിടുത്തങ്ങൾ കാണും. ശരിയായിരിക്കാം, ഞാൻ അതിലേക്കൊന്നും കടക്കാൻ
ഞാൻ ആരുമല്ല. എന്നിരുന്നാലും എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനെ അടിച്ചിനി പുതിയൊരു വഴി പഠിപ്പിക്കാൻ പറ്റുമോ? ഒരു പുതിയ വഴി പഠിപ്പിക്കാൻ പറ്റുമോ? നമുക്ക് അധികാരികളെ ദൈവമാണ് അവരെ അവിടെ ഇരുത്തിയിരിക്കുന്നത്, അല്ലേ? ദൈവമാണ് അവരെ സഭയുടെ തലവൻ ക്രിസ്തുവാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രഫീദീമിൽ മോശ, അഹറോൻ, കാലേബ്, ജോഷുവ എല്ലാവരും കൂടെ ചെന്നിരിക്കുകയാണ്. രഫീദീമിൽ വെച്ച് വലിയൊരു യുദ്ധമുണ്ടാകുകയാണ് അമാലേക്കിൻ്റെ സൈന്യവുമായിട്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുകയാണ്. മോശ യോശുവയോട് പറയുകയാണ്, പടയൊരുക്കവുമായി പടക്കളത്തിലേക്ക് ചെല്ലുക, ഞാനിവിടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തി പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഇവിടെ ഇരുന്നു കൊണ്ട് മോശ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഇങ്ങനെ ജയിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ മോശയുടെ കൈ ഭാരം കൊണ്ട് താന്നു വരുമ്പോൾ ഇസ്രായേൽ ജനം യുദ്ധത്തിൽ തോറ്റുകൊണ്ടേയിരുന്നു. ഇത് മനസ്സിലാക്കിയ അഹറോനും ഹൂരും കുന്നിൻ മുകളിലേക്ക് കയറി കല്ലുരുട്ടി വെച്ച് ഈ മോശയുടെ കൈ താന്നു പോകാതിരിക്കാൻ, ഭാരങ്ങൾ കൊണ്ട് താന്നു പോകാതിരിക്കാൻ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. മോശയുടെ കൈ ദൈവസന്നിധിയിൽ ഉയർന്നിരുന്നത് കൊണ്ട് ഇസ്രായേൽ ജനം വിജയം വരിക്കുകയും മോശ അവിടെ ഒരു കൊടി നാട്ടി യഹോവ നിസി എന്ന് അവിടെ അടയാളമായി യഹോവ എൻ്റെ കൊടി എന്ന് പറയുകയും ചെയ്തു. ഈ പീതവർണ്ണ പതാക എന്നും വാനിലുയരുവാൻ, ദൈവത്തിൻ്റെ മണവാട്ടി സഭയെന്നും വിശുദ്ധമായിരിക്കുവാൻ വിമർശനങ്ങൾ കൊണ്ടൊന്നും സാധ്യമല്ല. മറിച്ച് മോശയുടെ കയ്യ്, അവരുടെ മുൻപിൽ, ദൈവത്തിൻ്റെ മുൻപിൽ നേതാവായിരിക്കുന്ന മോശയുടെ കയ്യെ അഹറോനും ഹൂരും ഉയർത്തിപ്പിടിച്ചത് അവരുടെ കൈ ചേർത്ത് വെച്ചാണ്. നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളെല്ലാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ശരിയല്ലേ? നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ പ്രാർത്ഥിക്കും. എന്നാൽ എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ സഭയുടെ ആത്മീയ വളർച്ചകൾക്ക് വേണ്ടി, എൻ്റെ പിതാക്കന്മാരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, ദൈവമാർഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാമും സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. സ്വർഗസിയോനിലേക്ക് ലക്ഷ്യം വെച്ച് പോകുന്ന കപ്പലാണ് നമ്മുടെ ഓരോരുത്തരുടേതും. ഈ വിശ്വാസ കപ്പലിൽ വിള്ളൽ വീഴാതെ ഇരിക്കുവാൻ, നല്ല കപ്പിത്താനായി തീരുവാൻ എല്ലാ അപ്പന്മാർക്കും സാധിക്കണം. വിശ്വാസ ജീവിതത്തിൽ കപ്പലിൽ വിള്ളൽ വീഴാതിരിക്കാൻ എല്ലാ അമ്മമാർക്കും സാധിക്കണം. ആകയാൽ സാക്ഷികളുടെ സമൂഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപത്തെയും ഉപേക്ഷിച്ച് നമ്മുടെ മുൻപിലുള്ള ഓട്ടത്തെ നമുക്ക് സ്ഥിരതയോടെ ഓടാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിൻ്റെ മുൻപിൽ നമ്മുടെ സങ്കടങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം വയ്ക്കാം. നമ്മുടെ മുൻപിൽ ദൈവം തന്നിരിക്കുന്ന എല്ലാ കഷ്ടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാം. 2, എനിക്ക് ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന അവകാശങ്ങളെ അലക്ഷ്യമാക്കാതെ എന്നെ തന്നെ നിയന്ത്രിക്കാം. 3, ബലഹീനതകളെ കൃപകളാക്കി മാറ്റി ഈ പെരുന്നാളിൽ കേൾക്കുന്ന അധികം ശ്രദ്ധയോടെ ദൈവമേ എൻ്റെ ഭവനത്തിൽ പ്രാവർത്തികമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും, സഹദായെ പോലെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷിയായി തീരുവാൻ, മക്കളുടെ മുൻപിൽ, തലമുറയുടെ മുൻപിൽ, ഈ ദേശത്ത് പ്രദക്ഷിണമായി നടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളെന്ന് ലോകം സാക്ഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദേശത്തെയും ഈ ദേശനിവാസികളെയും എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കാം.